ഇത്തവണത്തെ അമേരിക്കൻ ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്തിയപ്പോൾ ഇറാൻ ഒമാനെയും ആക്രമിച്ചു. നേരത്തെ നടത്തിയ ആക്രമണങ്ങളിലെല്ലാം GCC രാജ്യങ്ങളിൽ ഒമാൻ സംരക്ഷിതമായിരുന്നു. ഒമാനായിരുന്നു അമേരിക്ക ഇറാൻ ചർച്ചകളിലെ പ്രധാന മധ്യസ്ഥൻ. ഇപ്പോഴെന്താണ് ഒമാനെ ആക്രമിച്ചത് എന്ന് പറയുന്നൊരു പ്രസക്തമായ ചോദ്യം പലരും ചോദിച്ചിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം 1980 മുതൽ ഒമാനും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട ഫെസിലിറ്റീസ് ആക്സസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നൊരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഏത് അടിയന്തര സാഹചര്യങ്ങളിലും അമേരിക്കയ്ക്ക് പ്രധാന എയർബേസുകളും തുറമുഖങ്ങളുമെല്ലാം ഒമാൻ്റേത് ഉപയോഗിക്കാൻ ചെയ്യാനുള്ള അവകാശം ഈ എഗ്രിമെൻ്റ് പ്രകാരം ആർക്കുണ്ട്? അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒമാനിലെ പല കേന്ദ്രങ്ങളും ഇപ്പോഴും അമേരിക്ക ബേസ് സ്റ്റേഷനുകളായി ഉപയോഗിക്കുന്നുണ്ട്. റാഫോ തുംറൈറ്റ് അഥവാ തുംറൈറ്റ് എയർബേസ് എന്ന് പറയുന്നത് അത് ഒമാനി വായുസേന താവളമാണെങ്കിലും വർഷങ്ങളായി അമേരിക്കയുടെ എയർഫോഴ്സുകൾ തങ്ങളുടെ ലോജിസ്റ്റിക്സ് ആവശ്യങ്ങൾക്കും അതുപോലെ ഇന്ധനങ്ങൾക്കും വേണ്ടിയൊക്കെ ഈ ബേസ് ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ അഫ്ഗാനിസ്ഥാൻ യുദ്ധകാലത്തും ഇറാഖ് യുദ്ധകാലത്തുമൊക്കെ വളരെ സൗകര്യപ്രദമായി അമേരിക്ക ഉപയോഗിച്ചത് ഒമാൻ്റെ ഈ എയർബേസാണ്. മസീറ ദ്വീപിലുള്ള ഒമാൻ്റെ മറ്റൊരു എയർബേസ് ഉണ്ട്. ആ എയർബേസും ഇതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട്. ദുഖും സലാല ഈ 2 തുറമുഖങ്ങളും അമേരിക്കയുടെ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും മറ്റുള്ളവയുമൊക്കെ അറ്റകുറ്റപ്പണിക്കുമൊക്കെ ഇതിനു വേണ്ടിയിട്ട് അവർ വളരെ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇറാൻ്റെ ഗാർഗ് ദ്വീപ് കഴിഞ്ഞ ദിവസം അമേരിക്ക ആക്രമിച്ചിരുന്നു. ഈ ഗാർഗ് ദ്വീപ് വളരെ കൃത്യമായി ഇറാൻ്റെ ഒരു സാമ്പത്തിക ജീവനാഡിയാണ്. ഈ യുദ്ധവിരാമത്തിന് മുമ്പ് നേരത്തെ ആക്രമിച്ചിരുന്നു. പക്ഷേ അതിനേക്കാൾ രൂക്ഷമായി ആക്രമിച്ചു. അതിന് തൊട്ടടുത്തുള്ള എയർബേസുകൾ കുവൈറ്റും സൗദി അറേബ്യയുമാണെങ്കിലും ഈ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ച ഇന്ധനം നിറയ്ക്കാനും ലോജിസ്റ്റിക്സിനും വേണ്ടി ഉപയോഗിച്ചത് കുവൈറ്റും ഒമാനുമാണ് എന്ന് ഇറാന് റഷ്യയും ചൈനയും കൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഇറാൻ ആക്രമിച്ചത്. എന്ന് പക്ഷാൽ നിഷ്പക്ഷരാണ്, തങ്ങളുടെ മധ്യസ്ഥരാണെന്ന് പറയുമ്പോഴും അവർ കൃത്യമായി അമേരിക്കയെ സഹായിക്കുന്നു എന്ന ബോധ്യം അവർക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ ആക്രമിച്ചത് എന്നാണ് പറയുന്നത്. ഇത് മിഡിൽ ഈസ്റ്റിലെ ഒരുപാട് രാജ്യങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയാണ്. അവർ മധ്യസ്ഥരാണ്, അകലം പാലിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും നിസ്സഹായത കൊണ്ടാവാം, കരാറുകൾ കൊണ്ടാവാം, എന്തായാലും അങ്ങനെ ഒരു കാരണം അതിലുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അത് പല ചാനലുകളും പറഞ്ഞതാണ്. നിങ്ങളിൽ പലരും ചോദിച്ചതുകൊണ്ടാണ് ഞാനത് പങ്കുവെക്കുന്നത്.